Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായ ഈശോ മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങളുടെ അനുസ്മരണത്തിൻ്റെ ആഘോഷത്തിൻ്റെ വലിയ ആഴ്ചയ്ക്ക് മുൻപുള്ള തലയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച അറിയപ്പെടുന്നത് 40-ാം വെള്ളി എന്നാണല്ലോ. മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷത്തിനായുള്ള അനുസ്മരണത്തിനായുള്ള ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ നടത്തുന്ന ദിവസങ്ങളാണ് ഈ ആഴ്ചയിലേത്. ഇന്ന് നമുക്ക് ധ്യാന വിഷയമായിട്ട് സഭ നിർദ്ദേശിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിലെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനവും തുടർന്നുള്ള ഈശോയുടെ പ്രബോധനങ്ങളുമാണ്. 3 പ്രാവശ്യമാണ് ഈശോ തൻ്റെ പരസ്യജീവിത കാലത്ത് തൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരോട് മുൻകൂട്ടി അറിയിക്കുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത്. അതിലാദ്യത്തേതാണ് മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. രണ്ടാമത്തേത് 9-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിലും മൂന്നാമത്തേത് 10-ാം അധ്യായം 32 മുതൽ 34 വരെ വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം 8-ാം അധ്യായം 31-ലേത് പരസ്യജീവിതത്തിൻ്റെ ആദ്യഘട്ടം ഗലീലിയിലേത് അവസാനിപ്പിച്ചതിന് ശേഷം ഗലീലിക്ക് വടക്കുള്ള കേസറിയ ഫിലിപ്പിയിലേക്ക് ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതുവരെ ഉള്ള തൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിൽ ശിഷ്യന്മാർ തന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചറിയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പത്രോസ്ലീഹായാണ് പറയുന്നത്, നീ മിശിഹായാണ് എന്ന്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഒരർത്ഥത്തിൽ ശരിയായിരുന്നു, കാരണം ഈശോ മിശിഹായാണ്. പക്ഷെ പത്രോസ് വിചാരിച്ചിരുന്നത് ഈശോ മിശിഹായാണെന്ന് പറയുമ്പോഴും കരുതിയിരുന്നത് ശക്തനായ ദാവീദിനെ പോലെ സോളമനെ പോലെയുള്ള രാജാവാണ് എന്നാണ്. വിജാതീയ അടിമത്തത്തിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന്, റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പോകുന്ന വിമോചകനാണ് ഈശോ എന്നുള്ള ചിന്തയായിരുന്നു പത്രോസിൻ്റെ സമകാലികരായ യഹൂദർക്കുണ്ടായിരുന്നത്, മറ്റ് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നത്. ആ ഒരു ചിന്ത തന്നെയാണ് പത്രോസിൻ്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നീ മിശിഹായാണ് എന്ന് പത്രോസ് പറയുമ്പോൾ ഉടനെ ഈശോ പറയും, നീ ഇതിപ്പോൾ ആരോടും പറയരുത്. തൊട്ടു പിന്നാലെ 31-ാം വാക്യത്തിൽ 8-ാം അധ്യായം 29-ാം വാക്യത്തിലാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണുന്നതെങ്കിൽ 30-ാം വാക്യത്തിൽ നിശബ്ദനായിരിക്കാൻ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ 31-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ് താൻ എപ്രകാരമാണ് മിശിഹായാകുന്നത് എന്ന്. ഈശോ, നസറായനായ ഈശോ മിശിഹായാകുന്നത് സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. ഉത്ഥാനത്തിലാണ് അവിടുന്ന് മിശിഹായാണ് എന്ന് ലോകം മനസ്സിലാക്കാൻ പോകുന്നത്. അവിടുന്ന് മനുഷ്യനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, വിമോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും അനുസരണത്തിലൂടെയും. ഈ ഒരു സത്യമാണ് പീഡാനുഭവ പ്രവചനത്തിലൂടെ മുൻകൂട്ടി അറിയിക്കലിലൂടെ ഈശോ നടത്തുന്നത്. പത്രോസിന് ഇത് മനസ്സിലാകുമായിരുന്നില്ല. ഈ പത്രോസ് മനസ്സിലാക്കിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പത്രോസ് ഈശോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത വാചകത്തിൽ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുകയാണ്, നിനക്കിത് സംഭവിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ നിനക്കത് സംഭവിക്കരുത്, അതായത് നീ സഹിക്കേണ്ടിയും മരിക്കേണ്ടിയും വരരുത് എന്ന് പറയുന്നതിൽ നിന്ന് ഏത് തരത്തിലുള്ള മിശിഹായെയാണ് പത്രോസ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് വ്യക്തമാണ്. പത്രോസ് ഇത് പറയുമ്പോൾ ഈശോ പത്രോസിനെ മാത്രമല്ല ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് 11 പേരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോവുക. അപ്പോൾ പത്രോസ്ലീഹായെ ഈശോ സാത്താനെ എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായിട്ട്, മാർഗതടസ്സമായിട്ട് പത്രോസ് നിൽക്കുകയായിരുന്നു. ഈശോയ്ക്ക് മുമ്പിൽ കയറി ഈശോയുടെ വഴി സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അതിലൂടെ ഉത്ഥാനത്തിലേക്കുമാണ്. ആ വഴിയിൽ കയറി തടസ്സം നിൽക്കുകയായിരുന്നു പത്രോസ്. ദൈവഹിതം നിറവേറ്റുന്നതിൽ തടസ്സം നിൽക്കുന്ന ആരും സാത്താനാണ്. ഇനി നീ എൻ്റെ പിന്നിലേക്ക് പോവുക എന്ന് ഈശോ പറയുമ്പോൾ പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും സ്നേഹന്മാരെയും ഈശോ വിളിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനാകും. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ
മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാണ്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ പോകുന്ന വഴിയെ വരിക എന്നാണ്. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറയുന്നത്, സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോവുക, നിന്റെ സ്ഥാനം പിറകിലാണ്, ഞാൻ മുൻപേ പോകുന്നു. എൻ്റെ വഴി ഏതാണ്? സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും, ഈ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലേക്കുമാണ്. ഉത്ഥാനത്തിൻ്റെ ജീവനിലേക്കാണ്, പുതുജീവനിലേക്കാണ്. അപ്പോൾ ഇതാണ് ഈശോ പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും പറഞ്ഞു കൊടുക്കുന്നത്. തൊട്ടു പിന്നാലെ 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ തന്നെ അനുഗമിക്കുന്നവരുടെ വഴി, തൻ്റെ പിന്നാലെ വരുന്നവരുടെ വഴിയും ഇത് തന്നെയാണ്. ഈശോയുടെ വഴി സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെതുമാണ് എങ്കിൽ ഇതിൻ്റെ അർത്ഥം, ഈശോയെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ഈശോയുടെ വഴിയുടെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് 34-ാം വാക്യത്തിൽ. ഈശോയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സമാന്തരമായിട്ട് ശിഷ്യരുടെ ജീവിതത്തിലും ഒരു സഹനമുണ്ട്, ഒരു മരണമുണ്ട്, എന്നാൽ ജീവനിലേക്കുള്ള പ്രവേശിക്കലുമുണ്ട്. 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ 3 കാര്യങ്ങളാണ് ഈശോ മുൻപോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സ്വയം നിഗ്രഹിക്കണം, സ്വന്തം ഇഷ്ടത്തെ കൊല്ലണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അവിടെ സ്ഥാനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അവൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മെ കൊല്ലുക എന്നുള്ളതല്ല, നമ്മിലുള്ളത് നമ്മുടെ സ്വാർത്ഥതയെ നിഹനിക്കുക എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തോട് നോ പറഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് പൂർണ്ണമായി യേസ് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സ്വന്തം ഇഷ്ടത്തെ ഹനിക്കണം, സ്വയം നിഗ്രഹിക്കണം. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി ഈശോ പറയുന്നു, കുരിശെടുക്കണം. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിത കർത്തവ്യങ്ങളിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടി വരുന്ന നമ്മുടെ ജീവിത കർത്തവ്യങ്ങൾ കൊണ്ടുള്ള ഭാരമുണ്ട്. ഈ ഭാരം നമ്മൾ വഹിക്കുമ്പോൾ അത് നമ്മൾ കുരിശെടുക്കുകയാണ് ചെയ്യുന്നത്. സഭാപിതാവായ തെർത്തുല്യൻ പറയും, നമ്മുടെ ശരീരം തന്നെ കുരിശിൻ്റെ ആകൃതിയിലാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടി വരുന്ന ദൗത്യങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സഹനം, അതിൻ്റെ വേദന, ക്ലേശങ്ങൾ, അതെല്ലാം നമ്മുടെ സഹനങ്ങളാണ്. ജീവിത കർത്തവ്യം നിർവഹിക്കുന്നതിലുണ്ടാകുന്ന ഈ ക്ലേശങ്ങളും സഹനങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുരിശ് വഹിക്കുകയാണ് ചെയ്യുന്നത്. സഭാപിതാവായ ആഗസ്തീനോസ് മത്തായിയുടെ തന്നെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങളിൽ ഈശോ പറയുന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, നിങ്ങൾക്ക് ഞാൻ വിശ്രമം നൽകാം. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. കാരണം എൻ്റെ നുകം മൃദുവും ഭാരം ലഘുവുമാണ്. അപ്പോൾ ഈശോയുടെ നുകം ലഘുവാണ്, മൃദുവാണ്, ഭാരം ലഘുവാണ്. അപ്പോൾ സ്നേഹമാണ് വലിയ ഭാരമെന്ന്, കഠിനമെന്ന് തോന്നിയേക്കാവുന്ന ഭാരത്തെയും ലഘുവാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്താൽ നമ്മൾ നമ്മുടെ ജീവിത കടമകളുടെ ഭാരങ്ങളെ, ക്ലേശങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ നമ്മൾ കുരിശ് വഹിച്ചുകൊണ്ട് ഈശോയുടെ വഴിയെ പോവുകയാണ്. കുരിശ് സൂചിപ്പിക്കുന്നത് മരണത്തെ കൂടിയാണ്. ഈശോ സഹിച്ചു, മരിച്ചു. നമ്മളും ആ വഴിയെ തന്നെ പോകുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ഇച്ഛയെ, നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ഹനിക്കുന്നു, നമ്മൾ നിഹനിക്കുന്നു. ഒപ്പം നമ്മൾ ചിലപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ വഴിയെ നടക്കുമ്പോൾ രക്തസാക്ഷിത്വവും മരിക്കേണ്ടി വന്നേക്കാം. ഇതാണല്ലോ പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ, മക്കബാരുടെ പുസ്തകം 2-ാം പുസ്തകം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ഏലയാസറിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണല്ലോ നമ്മൾ വായിക്കുന്നത്. മക്കബാരുടെ പുസ്തകത്തിൽ ഗ്രീക്കുകാർ യവനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് യവന സംസ്കാരം ഈ ഇസ്രായേൽക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പന്നിമാംസം ഭക്ഷിക്കുവാനായിട്ട് ഏലയാസറിനെ നിർബന്ധിക്കുമ്പോൾ ആ വയോവൃദ്ധൻ പറയുന്നുണ്ട്, ഇക്കാലം അത്രയും ഞാൻ ഏകദൈവകർത്താവിനോട് വിശ്വസ്തനായി ജീവിച്ചു, ഇനി വാർദ്ധക്യത്തിൽ ഈ ഒരു അഭിനയം നടത്താൻ എനിക്ക് അത് എൻ്റെ ത്തിന് ചേർന്നതല്ല, എൻ്റെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യമാണ്, സഹിക്കുവാനുള്ള ആ തയ്യാറാണ്. മിശിഹായ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ക്ലേശങ്ങൾ സഹിക്കുവാനും ജീവൻ തന്നെ ത്യജിക്കുവാനുമുള്ള ആ തയ്യാറ്, അവിടെ അത് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നത് മരണത്തിലേക്ക് തന്നെ നയിക്കുമെങ്കിലും രക്തസാക്ഷിത്വം സന്തോഷത്തോടെ വരിക്കുവാനായിട്ട് ഏലയാസറിന് സാധിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദിമസഭയിലെ രക്തസാക്ഷികളെല്ലാം അപ്രകാരം ചെയ്തവരാണ്. ആദ്യ വായനയിലെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ ഇസ്രായേൽക്കാരെ ദൈവം
40 വർഷം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അവരെ എളിമപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. അവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അവരുടെ ഉള്ളറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചും ഈ എളിമപ്പെടുത്തലിലൂടെയാണ് ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചതെങ്കിൽ നമ്മെ സംബന്ധിച്ച് വാഗ്ദത്ത നാട് സ്വർഗമാണ്. അപ്പോൾ ഈ സ്വർഗീയ ഓർസലമിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സ്വയം നിഗ്രഹിക്കണം, കുരിശെടുക്കണം. ഈശോയുടെ വഴി സഹനത്തിൻ്റെതും മരണത്തിൻ്റെതുമായിരുന്നു, അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്വയം നിഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ, കുരിശെടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മളും ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് തന്നെ പ്രവേശിക്കും എന്നുള്ള ഉറപ്പാണ് ഇസ്രായേൽ ജനതയുടെ ആ മാതൃക നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ടും കർത്താവ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത ഈ 40 നീണ്ട വർഷത്തെ ശിക്ഷണത്തിന് വിധേയരായിക്കൊണ്ട്, എളിമപ്പെടുത്തലിന് വിധേയരായിക്കൊണ്ട് അവർ ദൈവം വാഗ്ദാനം ചെയ്ത് നാട്ടിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും സ്വയം നിഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ കുരിശെടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളും അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും ദൈവിക മഹത്വത്തിലേക്ക്, സ്വർഗീയ ഓർസലമിലേക്ക് പ്രവേശിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ. സഭാപിതാവായ ആഗസ്തീനോസ് വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ കുരിശുകൾ നമ്മെ വഹിക്കുകയോ നമ്മെ വലിച്ചുകൊണ്ട് പോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. മറിച്ച് അത് നമ്മൾ കുരിശ് വഹിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലേശങ്ങൾ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ സഹിക്കുകയല്ല, അത് നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയോ നമ്മളെ വഹിക്കുകയോ ചെയ്യുകയാകരുത്. നമ്മൾ കുരിശ് ആകണം ചെയ്യേണ്ടത്. അതിന് നമ്മൾ അനുവദിക്കരുതെന്നാണ്. സഹനം അത് ക്ഷണികമാണ്, മരണത്തെ വിജയം കീഴടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അഗസ്തീനോസ് പിതാവുമായി ഓർപ്പിക്കുന്നത്. ഈശോയുടേതാകാതെ, ഈശോയുടെ അവിടുത്തോട് താതാത്മ്യപ്പെടാതെ നമുക്ക് അവനെ അനുഗമിക്കാനാവില്ല എന്നും അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ജീവൻ നേടാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ സ്വയം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ താഴ്മയാണ് ദൈവം ഉയർത്തുന്നത്. അത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാര്യത്തിൽ മാഗ്നിഫിക്കാത്തിൽ മറിയം പറയുന്നുണ്ടല്ലോ, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന്. അങ്ങനെ ആ താഴ്മയാണ് അവളെ ദൈവമാതാവായിട്ട്, മിശിഹായുടെ മാതാവായിട്ട് ഉയർത്തിയത്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, മനുഷ്യനായി അവതരിച്ച ഈശോയുടെ മഹത്വത്തിൻ്റെ നിദാനമായി നിന്നതും അവിടുന്ന് ദാസ സ്വീകരിച്ചതും സ്വയം വിധേയനായി മരണത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്ത് മരണം വരെ അവിടുന്ന് വിധേയനായതും അനുസരണമുള്ളവനായി തീർന്നതുമാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ താഴ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ അഭിലഷിക്കുന്നത് എന്ന് അഗസ്തീനോസ് പിതാവ് വീണ്ടും പറയുന്നുണ്ട്. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൽ നിന്നുള്ളതാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന. നമുക്ക് പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ക്ലേശങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ, നമ്മുടെ എന്തോ സാധാരണമായി എന്തോ സംഭവിച്ചു എന്നതുപോലെ നമ്മൾ പരിഭ്രമിക്കരുതെന്നാണ് പത്രോസ് ലീഹ പറയുന്നത്. മിശിഹായുടെ പീഡകൾ പങ്കുചേരാൻ സാധിക്കുന്നതിൽ, അവസരം ലഭിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മളും നമ്മുടെ സന്തോഷവും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പോകുന്നത്. ക്രിസ്ത്യാനി, ഈശോയെ അനുഗമിക്കുന്നവൻ എന്നുള്ള നിലയിൽ നമ്മൾ സഹിക്കേണ്ടി വരുന്നതിൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കരുത്. നമ്മൾ അതിൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പത്രോസ് ലീഹ പറയുന്നത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ മിശിഹായുടെ സഹനമരണങ്ങളുടെ ആ ദിവസങ്ങളിലേക്ക് നമ്മൾ, ആ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിലേക്ക്, അനുസ്മരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ നമ്മെ തന്നെ ഒരുക്കേണ്ടതെന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വയം നിഗ്രഹിക്കുവാനും കുരിശെടുത്തുകൊണ്ട് ഈശോയുടെ ആ വഴിയെ തന്നെ, ഈശോയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അവിടുത്തേതായിത്തീരാതെ, അവിടുത്തോട് താതാത്മ്യപ്പെടാതെ നമുക്ക് അവിടുത്തെ അനുഗമിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് സ്വയം നിഗ്രഹിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാം, നമ്മുടെ ഇച്ഛയെ നിഗ്രഹിക്കാം, നമ്മുടെ ഉള്ളിലുള്ളതിനെ, നമ്മുടെ സ്വാർത്ഥതയെ നമുക്ക് നിഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകാം. നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, സഹനങ്ങൾ നമുക്ക് സന്തോഷപൂർവ്വം വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കാം. അങ്ങനെ അവിടുത്തോടുകൂടെ ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.